ഏഴു വിളക്കിൻ നടുവിൽ ശോഭപൂർണന മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ ആദിയും വന്ധ്യവും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ആരാധന 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 പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാം വത്തിക്കാൻ സൂനകദോസിൻ്റെ തിരുസഭയെ പറ്റിയുള്ള പ്രമാണരേഖയിൽ മൂന്നാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് ഇപ്രകാരമാണ്: കുരിശിലെ ആ യാഗം അൾത്താരകളിൽ അർപ്പിക്കപ്പെടുമ്പോഴെല്ലാം നമ്മുടെ രക്ഷാകർമ്മം നിർവഹിക്കപ്പെടുകയാണ്. മനുഷ്യബലത്തിൻ്റെ രക്ഷാകർമ്മം നിർവഹിക്കപ്പെട്ടത് കാൽവരിയിൽ ദൈവപുത്രൻ ജീവൻ ബലിയായി അർപ്പിച്ചതിലൂടെയാണ്. കാൽവരിയിലെ യേശുവിൻ്റെ ആത്മദാനത്തിൻ്റെ സ്വജീവൻ ബലി അർപ്പിച്ചതിൻ്റെ പുനരവതരണമാണ് ഓരോ ദിവികാരുണ്യ ബലിപീഠത്തിൽ സംഭവിക്കുന്നതെന്ന് സഭ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെങ്കിലും മനസ്സിലാക്കുക സാധ്യമാണ്. എന്താണ് സഭ ഇവിടെ ഉദ്ഘോഷിക്കുന്നത്? അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലി കാൽവരിയിൽ യേശു അർപ്പിച്ച ബലി തന്നെയാണ്. കാൽവരിയിൽ യേശു ബലി അർപ്പിച്ചത് 2000 കൊല്ലം മുമ്പ് എന്ന് നാം പറയാൻ കാരണം സൃഷ്ടികളായ നമ്മൾക്ക് കാലത്തിലെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. നിത്യനായ ദൈവമായ യേശു ക്രിസ്തുവിന് 2000 കൊല്ലം മുമ്പ് എന്നൊന്നില്ല. അതുകൊണ്ടാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നത് യേശുവിൻ്റെ കാൽവരിയിലെ ബലി എന്നും അതേപടി നിലനിൽക്കുന്നു. പാപികൾ രക്ഷയ്ക്ക് വേണ്ടി യേശു ജീവനർപ്പിച്ച ആ രക്ഷാകര സംഭവം കഴിഞ്ഞുപോയ ഒരു സംഭവമല്ല, അത് നിത്യകാലം നിലനിൽക്കുന്നൊരു സംഭവമാണ്. സഭയ്ക്ക് കർത്താവ് നൽകിയ അധികാരം ഉപയോഗിച്ച് ആ രക്ഷാകര സംഭവത്തെ സദാ പുനരവതരിപ്പിക്കുന്നു ബലിപീഠത്തിൽ. ഇതുകൊണ്ടാണ് ആവിലായിലെ ത്രേസ്യ എന്ന മഹാവിശുദ്ധ ഇങ്ങനെ പറഞ്ഞത്: കാൽവരിയിൽ പരിശുദ്ധ മറിയത്തോടും യോഹന്നാടും ഒപ്പം അന്ന് എനിക്ക് ഉണ്ടാകാൻ സാധിച്ചില്ല എന്നതിലോർത്ത് ഞാൻ ദുഃഖിക്കാറില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ മറിയത്തോടും യോഹന്നാനോടൊപ്പം കാൽവരി കുരിശൻ ചവിട്ടിൽ നിന്ന് അവരർപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്ന് എൻ്റെ ഇടവക ദേവാലയത്തിലെ ബലിപീഠത്തുമ്പോൾ ഞാൻ നിൽക്കുമ്പോൾ സംഭവിക്കുന്നത്. തിരുസഭ വ്യക്തമാക്കുകയാണ്, കുരിശിലെ ആ യാഗം അൾത്താരയിൽ അർപ്പിക്കപ്പെടുമ്പോഴെല്ലാം നമ്മുടെ രക്ഷാകർമ്മം നിർവഹിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യബുദ്ധിക്ക് അളക്കാനാവാത്ത ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹമാണിത്. എല്ലാ കാലത്തും ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ ഈ ആത്മദാനം നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് 2000 വർഷങ്ങളായി അന്ന് കാൽവരിയിൽ യേശു ബലിയർപ്പിച്ചതിന് ശേഷം ഈ 2000 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു ദിവസം പോലും കത്തോലിക്ക സഭയിലെ അൾത്താരകൾ ബലി മുടങ്ങിയിട്ടില്ല. ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണെന്ന പഴയ തിരുവെഴുത്ത് അക്ഷരം പ്രതി സംഭവിക്കുന്നത് അൾത്താരയിലെ ബലിയിലാണ്. കാരണം സ്നേഹത്തിന് ഏറ്റവും ഉയർന്ന രൂപം എന്താണ്? തന്നെ തന്നെ കൊടുക്കുക, ആത്മദാനം, സെൽഫ് ഡൊണേഷൻ. അതാണ് ഓരോ ദൈവബലിയിലും സംഭവിക്കുന്നത്. ഇത് വിശ്വാസത്തിൻ്റെ ദാനമുള്ളവർക്കേ മനസ്സിലാകുകയുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ച് ഒരു നിയമാനുഷ്ഠാനമായി അധപ്പതിക്കും ബലിയർപ്പണം. ഞായറാഴ്ച കടമ നിർവഹിക്കാനുള്ളത് കൊണ്ട് പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുത്തു, കുർബാനക്കടം വരുത്തിയില്ല എന്ന ഒരു തെറ്റായ ആത്മസംതൃപ്തി മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ പരിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തിൻ്റെ വാസ്തവികത വിശ്വസിക്കുന്നവർക്ക് യേശുവിൻ്റെ രക്ഷാകര ബലി പുനരവതരിപ്പിക്കപ്പെടുകയാണ് അൾത്താരയിൽ നിന്ന് ബോധ്യമുള്ളവർക്ക് അൾത്താരയിൽ യേശുവിന് നിലവിളി കേൾക്കാൻ പറ്റും. അൾത്താരയിൽ യേശു പീഡയേൽക്കുന്നത് അനുഭവിക്കാൻ പറ്റും. പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്ന് ലോകപാപികൾക്ക് വേണ്ടിയുള്ള യേശുവിൻ്റെ പ്രാർത്ഥന അനുഭവിച്ചറിയാൻ പറ്റും. ഞാൻ ഓർക്കുകയാണ് 30 വർഷങ്ങൾക്ക് മുമ്പ് 2 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായതുപോലെയുള്ള ഒരു ഏകദേശ അതായ രൂപത്തിലുള്ള ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായൊരു കാലഘട്ടം. മഴക്കാലമായിരുന്നു. പതിവിൽ കവിഞ്ഞ് 6-7 ദിവസങ്ങൾ അടുപ്പിച്ച് മഴ പെയ്തു. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ നാഷണൽ ഹൈവേ 47 തൊട്ടടുത്താണ് പള്ളി. ആ നാഷണൽ ഹൈവേ പണിത കാലമായിരുന്നു. റോഡ് ഒരുപാട് പൊക്കി പണിതപ്പോൾ സ്വാഭാവികമായും റോഡിലുള്ള വെള്ളം മുഴുവനും പള്ളി കാമ്പൗണ്ടിലേക്ക് ഒഴുകാൻ തുടങ്ങി. അല്ലാതെ അതിന് താഴ്ന്ന സ്ഥലമായിരുന്നു. അങ്ങനെ 6-7 ദിവസം തുടർച്ചയായ മഴ പെയ്തതോടെ പള്ളി കോമ്പൗണ്ട് മുഴുവനും കായൽ പോലെ വെള്ളത്താൽ നിറഞ്ഞു. ആർക്കും പള്ളിയിൽ വരാൻ പറ്റാത്ത സ്ഥിതിവിശേഷമായി. അതുകൂടാതെ ഇലക്ട്രിസിറ്റി നഷ്ടപ്പെട്ടു. 2-3 ദിവസം കറണ്ടില്ലാതെ ആയതോടുകൂടി വിശുദ്ധ കുർബാന പരസ്യമായിട്ടുള്ളതോട് മുടങ്ങി. ഒരൊറ്റ ആളിനും പള്ളി വരാൻ പറ്റുന്നില്ല. മുറ്റത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ അരയ്ക്ക് മുകളിൽ വെള്ളമുണ്ട്. അങ്ങനെ ഒരു ദിവസത്തിൽ പ്രഭാത പ്രാർത്ഥനയ്ക്കായി ഞാൻ പള്ളിമേട പൂട്ടി പള്ളിക്കകത്തേക്ക് ചെന്നു. ഒരു തിരി കത്തിച്ച് വെച്ച് വ്യക്തിപരമായ പ്രാർത്ഥന നടത്തുവാനായിട്ട് തുടങ്ങി. അതിനുശേഷം വിശുദ്ധ കുർബാന തനിയെ അർപ്പിക്കാമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. പ്രാർത്ഥന തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കർത്താവിനോട് ദൈവികമായ സന്ദേശത്തിനായി പ്രാർത്ഥിക്കുന്ന സമയത്ത് ശക്തമായൊരു പ്രേരണ കിട്ടിയത് ഉടൻ തന്നെ ഇടതുവശത്തെ പള്ളിയുടെ വാതിൽ തുറന്നു നോക്കണം എന്നതായിരുന്നു. എല്ലാ ദിവസവും അതിരാവിലെ പള്ളിയിൽ വരുന്നത് പതിവാക്കിയ കപ്പ്യാര് പോലും അന്ന് പള്ളിയിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് വാതിലൊന്നും തുറക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പ്രേരണ ആവർത്തിച്ച് കിട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ ചെന്ന് വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നൊരു കാഴ്ചയായിരുന്നു. ആ ഇടവകയിൽ ഒരു 60 വയസ്സോളം പ്രായമുള്ള വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഒരു സാധുവായ അമ്മച്ചി, ചെറുപ്പത്തിലെ പോളിയോ വന്ന് 2 കാലം തളർന്നു പോയിട്ടുള്ളൊരു അമ്മച്ചിയാണ്. എല്ലാ ദിവസവും പള്ളിയിൽ വരും. വരുന്നത് 4 കാലയിൽ എഴഞ്ഞാ വരുന്നത്. പള്ളിയുടെ ഒരതിർത്തിയിൽ ഒരു തോടുണ്ട്.
വേലിയേറ്റമുള്ളപ്പോൾ ആ തോട്ടിൽ വെള്ളം നിറയും. വേലിയിറക്കത്തിൽ വെള്ളം തീരെ പറ്റും. അമ്മച്ചി പള്ളിയിൽ വരുമ്പോൾ വേലിയേറ്റമുള്ള സമയമാണെങ്കിൽ ആരെങ്കിലും അമ്മച്ചിയെ രണ്ട് കൈയിലെടുത്ത്, തീരെ ശോഷിച്ചൊരു അമ്മച്ചിയെ എടുത്ത് പൊക്കി പുറത്ത് കൊണ്ടുവയ്ക്കും. അല്ലെങ്കിൽ അമ്മച്ചി തന്നെ ഇഴഞ്ഞ് നീങ്ങി കരയ്ക്ക് കയറും. ഒരാഴ്ചയായി മഴ നിർത്താതെ പെയ്ത് വലിയ വെള്ളപ്പൊക്കമുള്ള സമയത്ത്, കപ്പ്യാര് പോലും പള്ളി വരാത്ത സമയത്ത്, ഈ അമ്മച്ചി ഈ തളർന്നുപോയ കാലും കൈ ഉപയോഗിച്ച് എങ്ങനെയോ നീന്തി 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 എല്ലാ ദിവസവും ഉള്ള കുർബാനയ്ക്ക് വന്നിരിക്കുകയാണ്. രാവിലെ കുറേയേറെ നേരം വെള്ളത്തിൽ കിടന്ന് എന്നുകൊണ്ട് അമ്മച്ചി ആകെ ഏതാണ്ട് മരണാസന്നയായി. ദേഹം മുഴുവനും വിറയ്ക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. പിന്നെ അമ്മച്ചിയുടെ വസ്ത്രമൊക്കെ കൊണ്ടേ കൊടുത്ത അമ്മച്ചിയെ ശരീരമൊക്കെ ചൂട് പിടിപ്പിച്ച ശേഷം ഞാൻ ചോദിച്ചു, കപ്പ്യാര് പോലും ഇന്ന് പള്ളിയിൽ വന്നിട്ടില്ലല്ലോ, ഇത് ഞായറാഴ്ചയുമല്ല, പിന്നെ ഇത്രയും റിസ്ക് എടുത്ത് എന്തിനാണ് അമ്മച്ചി പള്ളിയിൽ വന്നത് രാവിലെ? ഇവിടെ കുർബാന പരസ്യമായിട്ട് നടക്കുന്നില്ല 2 ദിവസങ്ങളായിട്ട്. ഉടനെ അമ്മച്ചി, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത അമ്മച്ചി പറഞ്ഞൊരു വാക്ക്, വിശുദ്ധ കുർബാനയെ പറ്റി പഠിച്ച ദൈവശാസ്ത്രത്തിൻ്റെ ഒരു പൂർണ്ണ രൂപമായി തോന്നി. ഇങ്ങനെയാണ് അമ്മച്ചി പറഞ്ഞത്, അച്ചോ, വെള്ളപ്പൊക്കവും മഴയും കറണ്ടില്ലാത്ത അവസ്ഥയും മൂലം ഈ പള്ളിയിലേക്ക് ആരും വരികയില്ല, അതെനിക്കറിയാം. പക്ഷേ അച്ഛൻ പതിവ് പോലെ കൃത്യം 6:30 മണിക്ക് ഈ ബലിപീഠത്ത് ബലിയർപ്പിക്കും എന്നുള്ളതും എനിക്കറിയാം. തുടർന്ന് അമ്മച്ചി പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഈ ബലി ഇന്ന് അർപ്പിക്കുമ്പോൾ 2000 കൊല്ലത്ത് മുമ്പ് സംഭവിച്ചതുപോലെ എൻ്റെ പാപത്തിൻ്റെ മോചനത്തിനായി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ ഇവിടെ ചമ്മട്ടി അടിയേക്കുകയും പരിഹസിക്കപ്പെടുകയും ദാരുണമായ പീഡകളേറ്റി അൾത്താരയിൽ പെടഞ്ഞ് മരിക്കുകയും ചെയ്യുമ്പോൾ വെള്ളപ്പൊക്കവും മഴയും തണുപ്പും എന്ന കാരണം പറഞ്ഞ് എനിക്ക് എങ്ങനെ വീട്ടിൽ കഴിയാൻ പറ്റും? ദിവ്യകാരുണ്യം നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയുടെ കൂദാശയാണ്. ഒരു ബലിയിൽ പങ്കെടുക്കുന്നത് വഴി നാം രക്ഷ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രക്ഷയുടെ അച്ചാരമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ 2000 കൊല്ലം മുമ്പ് കഴിഞ്ഞു പോയ രക്ഷാകര ചരിത്രം വെറുതെ ഓർക്കുകയല്ല. കത്തോലിക്കാ സഭയുടെ മതഭംഗത്തിൽ 1363 ഓർമ്മയാചരണം എന്ന വാക്കിന് വിശദീകരണം തന്നിട്ടുണ്ട്. അത് പറയുന്നതിന് പഴയ നിയമ പെസഹായുടെ ഓർമ്മയാചരണം ഉദാഹരണമാക്കുകയാണ്. തങ്ങളുടെ പൂർവികരുടെ കാലത്ത് ഈജിപ്തിൽ നിന്നും ചെങ്കടൽ കടന്ന് കാനാൻ ദേശത്തേക്ക് വന്നതിൻ്റെ ഓർമ്മയാചരണമായി പെസഹ ആഘോഷിക്കുമ്പോൾ പുതിയ തലമുറയോട് പഴയ തലമുറ പഴയ സംഭവം പറഞ്ഞു കൊടുക്കുക മാത്രമായിരുന്നില്ല, പൂർവികർ അനുഭവിച്ച ആ മോചനം അവർ പുനരനുഭവിച്ചുകൊണ്ടാണ് തങ്ങളുടെ മക്കളോട് വിവരിച്ചു കൊടുത്തത്. പുതിയ നിയമത്തിൽ ഓർമ്മയാചരണം എന്ന വാക്കിന് കൂടുതൽ വ്യക്തമായ അർത്ഥമുണ്ടായി. എന്താണത്? രക്ഷാകര സംഭവങ്ങൾ, അതായത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, പീഡാസഹനം, മരണം, ഉത്ഥാനം എന്നീ സംഭവങ്ങൾ ഓർക്കുക മാത്രമല്ല, ഓർക്കുന്നതോടൊപ്പം അവ സ്വന്തം അനുഭവമായി കൂടി തീരുന്നു. അത് പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും തന്നോട് സ്നേഹത്തെപ്പറ്റി ദൈവം മനുഷ്യനായ അൾത്താരയിൽ അവതരിക്കുന്നതും തന്നോടുള്ള സ്നേഹത്തിന് വേണ്ടി പീഡ ഏൽക്കുന്നതും തന്നെ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് കരകയറ്റാൻ തനിക്ക് വേണ്ടി മരിക്കുന്നതും പാപം മൂലം
തനിക്ക് മുമ്പിൽ അടയ്ക്കപ്പെട്ട സ്വർഗം തുറന്നു തരാൻ വേണ്ടി ഉയർത്തെഴുന്നേൽക്കുന്നതും ഓരോ വ്യക്തിയും അനുഭവിച്ച് അറിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിശ്വാസത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തി രക്ഷയുടെ അനുഭവത്തിൽ അനുദിനം വളർന്ന് വളർന്ന് വളർന്നു വരികയാണ് ചെയ്യുന്നത്. സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് പടിപടിയായി ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് രക്ഷ സംലഭ്യമാക്കുന്ന ഈ മഹാരഹസ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യും. എല്ലാ കാലത്തും ജീവിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു നേടിത്തന്ന രക്ഷ സംലഭ്യമാക്കുന്ന ദൈവികമായ അത്ഭുത സംവിധാനമാണ് ദിവ്യകാരുണ്യം. അപ്പോസ്തലൻ പറയുകയുണ്ടായല്ലോ, അവിടുത്തെ ശരീരവും രക്തവും നാം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടുത്തെ മരണം പ്രഖ്യാപിക്കുന്നു. എന്താണ് ഇതിനർത്ഥം? നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ നമ്മുടെ മരണമാണ്. പാപത്തിൻ്റെ ശമ്പളം, വേതനം മരണമല്ലാതെ മറ്റൊന്നുമല്ല. നാം മരിക്കാതിരിക്കേണ്ടതിന് നമ്മുടെ സ്ഥാനത്ത് നിന്ന് നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ ദൈവപുത്രനായ യേശു ഏറ്റെടുക്കുന്നതാണ്. ബെനഡിക്ട് പാപ്പ പറയും, മനുഷ്യകുലത്തിൻ്റെ പാപത്തോട് ദൈവം പ്രതികരിച്ചത് ദൈവം ദൈവത്തോട് എതിരിട്ടുകൊണ്ടാണ്. മനുഷ്യകുലത്തിൻ്റെ പാപത്തോട് ദൈവം പ്രതികരിക്കേണ്ടിയിരുന്ന മനുഷ്യരെ നശിപ്പിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ അവിടുത്തെ അപാരമായ സ്നേഹം അങ്ങനെ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് എങ്ങനെയാണ് പ്രതികാരം ചെയ്തത്? ദൈവം ദൈവത്തിനെതിരെ തിരിഞ്ഞു. തൻ്റെ പുത്രനെ ഈ മരണം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്തു. ദാവീദ് പാപം ചെയ്തപ്പോൾ ദാവീദ് മരിക്കാതിരിക്കേണ്ട ദാവീദിന്റെ കുഞ്ഞിനെ കൊന്നുകളയുമെന്ന് കർത്താവ് പറഞ്ഞു. ഓരോരുത്തരും അവരവരുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റേ പറ്റൂ, അത് മരണമാണ്. എന്നാൽ ഇവിടെ ദൈവം തന്നെ ആ ശിക്ഷ ഏറ്റെടുക്കുന്നു. God turned against himself. ഇതൊരു മഹാ അത്ഭുതം തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ നന്മയിലേക്കു കുതിക്കും നമ്മൾ തിന്മ മരിക്കും കൺമുൻപിൽ ദൈവം നമ്മോട് കൂടെ കാലം മാറും ലോകം മാറും കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും ദൈവം നമ്മോട് കൂടെ ദൈവം നമ്മോട് കൂടെ ദൈവം നമ്മോട് കൂടെ. പ്രവാചകന്മാർക്കും വിജ്ഞാനികൾക്കും വെളിപ്പെടുത്തപ്പെടാതിരുന്നതും ദൈവസന്നിധിയിൽ ശിശുക്കളെപ്പോലെ ആകുന്നവർക്ക് മാത്രം
വെളിപ്പെടുത്താറുള്ളതുമായ ദൈവിക രഹസ്യങ്ങൾ, വിശിഷ്യ വിശുദ്ധ കുർബാന രക്ഷയുടെ മഹാസംവിധാനമാണെന്നുള്ള ആ ദിവ്യരഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ തിരുവനന്തപുരത്തായ കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ മൂലം രക്ഷ പ്രാപിക്കാനാണ് എന്ന പ്രസ്താവം ഓരോ ബലിയിലും അനുഭവിച്ചറിയുവാൻ വിശ്വാസികളായ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുന്നുവല്ലോ. കർത്താവേ, എണ്ണമറ്റ തവണ ബലി അർപ്പിച്ചിട്ടുള്ള ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങയുടെ രക്ഷാകര ബലിയെ ഞങ്ങളുടെ രക്ഷയുടെ അച്ചാരമായി കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുരിശിൽ കിടന്നുകൊണ്ട് പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്ന യേശുവിൻ്റെ പ്രാർത്ഥന ഓരോ ബലിയിലും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അർപ്പിക്കപ്പെടുന്നത് അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപം ആവർത്തിക്കരുത്, ആദ്യത്തേതുപോലെ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല എന്ന തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ സകല പാപങ്ങളും ഒറ്റയടിക്ക് പോക്കുവാൻ അവിടുന്ന് കാൽവരിയിൽ അർപ്പിച്ച ആ ബലി ഇന്നും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അതേ ബലി തന്നെ അങ്ങ് പുനരവതരിപ്പിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള അങ്ങയുടെ പ്രബോധനം കേട്ട 10,000-കണക്കിന് മനുഷ്യരങ്ങേ വിട്ടുപോവുകയും 12 ശിഷ്യന്മാർ മാത്രം അവശേഷിക്കുന്നപ്പോൾ അങ്ങ് അവരോട് ചോദിച്ചില്ലേ, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നില്ലേ എന്ന്? അതിന് അപ്പോസ്തലന്മാരുടെ പ്രതിനിധിയായി പത്രോസ് കൊടുത്ത മറുപടിയാണ് കർത്താവേ ഞങ്ങൾക്കും പറയാനുള്ളത്. നാഥ, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിത്യജീവന്റെ വാക്കുകൾ അങ്ങയുടെ പക്കൽ മാത്രമല്ലേ ഉള്ളത്? യേശുവേ, ഞങ്ങളുടെ പാപം മൂലം ഞങ്ങൾ നഷ്ടമാക്കി നിത്യജീവൻ തിരിച്ചു തരാൻ വേണ്ടി അങ്ങയുടെ ജീവനെ ഹോമിക്കുന്ന ഈ അൾത്താരയിലെ ബലിയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. വിശുദ്ധ കുർബാനയെ കേന്ദ്രമാക്കിയുള്ള ഒരു ജീവിതത്തിലേക്ക് ഞങ്ങൾ നയിക്കണമേ. വിശുദ്ധ കുർബാനയിൽ ചൊരിയപ്പെടുന്ന ദൈവത്തിൻ്റെ പരമാവധി സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. പാപത്തിലേക്കുള്ള ഞങ്ങളുടെ ചായ്വുകൾ, ദുർമോഹങ്ങൾ, എത്ര പരിശ്രമിച്ചിട്ടും മാറ്റിയെടുക്കാൻ പറ്റാത്ത പാപദുശീലങ്ങൾ, തഴക്കദോഷങ്ങൾ, ഞങ്ങൾക്ക് പോലും ഇതുവരെയും മനസ്സിലായിട്ടില്ലാത്ത പാപമോഹങ്ങൾ, ഇവയെല്ലാം യേശുവിൻ്റെ രക്ഷാകര ബലിയാൽ നീക്കപ്പെടുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി പിടയുന്ന യേശുവേ, നിന്റെ ബലിയുടെ അനന്ത യോഗ്യത വർഷിച്ച് ഞങ്ങളെ എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങൾ നിങ്ങളെ ശുദ്ധീകരിക്കും, എല്ലാ വിഗ്രഹങ്ങളിൽ നിന്നും ഞാൻ നിങ്ങൾ നിർമ്മലരാക്കും, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ തരും എന്ന് ഇസക്കേൽ പ്രവാചകന്റെ 36-ാം അധ്യായത്തിലൂടെ അങ്ങ് നൽകിയ വാഗ്ദാനം വിശുദ്ധ കുർബാന എന്ന ബലിയിലൂടെ സംഭവിക്കുന്നതായി ഞങ്ങൾ തിരിച്ചറിയുകയാണ്. കർത്താവേ, സകല പാപങ്ങളും പോക്കുന്ന അങ്ങയുടെ രക്തം അൾത്താരയിൽ ഭക്ഷിക്കപ്പെടുന്ന സമയത്ത് പാപികളായി ഞങ്ങൾ ആ കുഷ്ഠരോഗിയെപ്പോലെ അങ്ങേ സന്നദ്ധിയിൽ പ്രണമിച്ച് കടന്നുകൊണ്ട് യാചിക്കുന്നു. നാഥ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. പാപത്തോടെയാണ് ഞാൻ പിറന്നത് എന്ന ദാവീദിൻ്റെ ആ വിലാപത്തോട് ഞങ്ങളും ചേർന്നുകൊണ്ട്
ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, ഒരു പുതിയ ഹൃദയം ഞങ്ങൾ സൃഷ്ടിക്കണം. ദൈവത്തെ മുഴുഹൃദയത്തോടെ സ്നേഹിക്കാൻ പറ്റിയ ഒരു ഹൃദയം, സ്വാർത്ഥമോഹങ്ങളിൽ നിന്ന് സ്വതന്ത്രമായ ഒരു ഹൃദയം, പാപാഗ്രഹങ്ങൾ ഒട്ടുമില്ലാത്ത ഒരു ഹൃദയം ഞങ്ങളിൽ അങ്ങ് സൃഷ്ടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. യേശുവേ, ആരാധന. ഹല്ലേലൂയ. എത്ര ദൂരെ ഇരിക്കുന്നവരെയും രക്ഷിക്കുന്ന കർത്താവിന്റെ കരം ഇവിടെയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അവന്റെ ബലി ലോകത്തിലെ എല്ലാവരെയും ശുദ്ധീകരിക്കാൻ പ്രാപ്തിയുള്ള ബലിയാണ്. പാപത്തിന്റെ അടിമകളെ സ്വതന്ത്രരാക്കുന്ന ബലിയാണ്. രക്ഷ പൂർണ്ണമായി നൽകാൻ കഴിവുള്ള ബലിയാണ്. യേശുവേ, 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 യേശുവേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ, എന്നെ കഴുകണമേ. പൂർണ്ണമായി എന്നെ കഴുകണമേ. വിശ്വാസത്തോടെ നിലവിളിക്കാം. യേശുവേ, എന്നെ കഴുകണമേ. പൂർണ്ണമായി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കഴുകണമേ. ബലിപീഠത്വമാകുന്ന കുരിശൻ ചവിട്ടിൽ നിന്നുകൊണ്ട് ഗാഗുൽത്തായിൽ ലോകത്തിലുള്ള എല്ലാ പാപികൾക്കും വേണ്ടി ദൈവത്തോട് നിലവിളിക്കാം. പാപജീവിതത്തോട് വിട പറയാൻ ആഗ്രഹമുണ്ടായിട്ട് സാധിക്കാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസ സംഹിതകളോട് വളരെ അകന്നു പോവുകയും മറ്റ് മതാചാരങ്ങളിലേക്ക് മനസ്സ് തിരികുകയും ചെയ്ത 180ഓളം പേർ കത്തോലിക്ക സഭയുടെ വിശുദ്ധ വിശ്വാസ രഹസ്യങ്ങളാൽ ആകർഷിക്കപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടല് ചുരുങ്ങിപ്പോകുന്ന കുഞ്ഞത്തിനെ കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ. 22 വർഷങ്ങളായി മൈഗ്രെയിൻ കൊണ്ട് വിഷമിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ആ മകളുടെ പേര് ഉഷ എന്നാണെന്ന് കർത്താവ് വെളിപ്പെടുത്തി തരുന്നു. ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞ് 13 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞുണ്ടാകാതെ ദുഃഖത്തിൽ കഴിയുന്ന ഒരു ദമ്പതിക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ ആരാധനയോടെ ദൈവം നൽകിയ എല്ലാ കൃപാവരങ്ങൾക്കും സൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദീപികാരുണനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.